മലപ്പുറം തിരൂരിൽ നടന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം സമാപിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 3000-ലധികം വിദ്യാർത്ഥികളാണ് മേളയ്ക്കെത്തിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊപ്പം തന്നെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടത്തുന്ന കാര്യം ആലോചനയിലാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആടിയും പാടിയും കഥ പറഞ്ഞും ചിത്രങ്ങൾ വരച്ചും അവർ ഹൃദയം കവർന്നു. തിരൂരിൽ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിനെത്തിയ വിദ്യാർത്ഥികൾ മലപ്പുറത്തുകാരുടെ മനസ്സ് കവർന്നാണ് നാട്ടിലേക്ക് മടങ്ങിയത്. കേരളത്തിലെ വിവിധ ജില്ലകളിലെ 3000-ലധികം വരുന്ന വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി മലയാള ഭാഷാ പിതാവിൻ്റെ മണ്ണിലെത്തിയത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ മേള കാണാൻ എത്തിയത്. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണും മനസ്സും നിറഞ്ഞു. സന്തോഷം കൊണ്ട് കുറേ കരഞ്ഞു. സന്തോഷം കൊണ്ടാണ് കരഞ്ഞത്. ആലോചിക്കാൻ വയ്യാതൊന്നും. ഇതൊക്കെ കാണാൻ കഴിഞ്ഞല്ലാന്ന് വിചാരിക്കുന്നു. നല്ല കഴിവുള്ള കുട്ടികൾ, നല്ല മക്കളും. മൂകാഭിനയം കൊണ്ട് കണ്ണ് നിറച്ചവർ, നൃത്തം ചെയ്ത് അത്ഭുതപ്പെടുത്തിയവർ, ചിത്രം വരച്ച് അമ്പരിപ്പിച്ചവർ, അങ്ങനെ പരിമിതികളെ തോൽപ്പിച്ച് മനസ്സ് കീഴടക്കിയവർ. ഇവിടെ വന്നതിന് എനിക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട്. അതിന് ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ വന്നപ്പം ഞാൻ വിചാരിച്ചു ജയിക്കോ തോക്കും നമുക്കൊന്നും അറിയില്ല. ഗ്രൂപ്പ് ഡാൻസ് 4ാം സ്ഥാനം എത്തി. തിരുവാതിര പാച്ച് കിട്ടും ആഗ്രഹിച്ചു. എന്നിട്ടും 1ാം സ്ഥാനം കിട്ടിയത് നമുക്ക് വല്ലാതെ സന്തോഷം. നല്ല പെർഫോം ചെയ്തു. ഒരുപാട് ദിവസത്തെ പരിശീലനം നടത്തിയോ? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊപ്പം സ്പെഷ്യൽ കലോത്സവം നടത്താനുള്ള ആലോചനയിലാണ് സർക്കാർ. അടുത്ത വർഷം തന്നെ അതിനുള്ള ശ്രമം നടത്തുമെന്ന് മേള കാണാൻ തിരൂരിലെത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അടുത്ത വർഷം മുതൽ സ്പെഷ്യൽ സ്കൂൾ കലോത്സവവും നമ്മുടെ സ്കൂൾ കായിക കലാമേളയോടൊപ്പം തന്നെ നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ നടത്തി വരികയാണ്. സ്വാദിഷ്ടമായ ഭക്ഷണം കൊണ്ടും കലർപ്പില്ലാത്ത സ്നേഹം കൊണ്ടും വയറും മനസ്സും നിറച്ച മലപ്പുറത്തുകാർക്ക് നന്ദിയും പറഞ്ഞാണ് ഇവർ മടങ്ങിയത്. മീഡിയ 1 മലപ്പുറം.